ആത്മദർശനം. അവനവനെ കാണാൻ പഠിക്കുക, ആത്മാവിലേക്ക് തിരിയുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ആത്മദർശനത്തിലൂടെ ആത്മാവിനകത്തുള്ള സകലതും ഉണർത്തപ്പെടും. ആത്മാവിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കും. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്നാൽ, യോഗം എന്നാൽ an appointment to self എന്നാണ് പറയുന്നത്. നമ്മളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണ് മെഡിറ്റേഷൻ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുവാനും നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും നമ്മുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള ഒരു സമയത്തെ മെഡിറ്റേഷൻ ടൈം എന്ന് പറയാം, യോഗ സമയം. ആത്മാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും പൗഡർ ഇടുന്നതും തല ചെയ്യുന്നതും ഡ്രസ്സ് തേക്കുന്നതും അലക്കുന്നതും ഒക്കെ നമ്മുടെ കാര്യമല്ലേ? അത് നമ്മുടെ കാര്യം തന്നെ. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കാര്യവും നമ്മുടെ ശരീരത്തിൻ്റെ കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ശരീരത്തിന് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം പുഴുവരിച്ച് കിടക്കാനുള്ള സാധനമാണ്. നമ്മളെ ചതിച്ചിട്ട് ഈ സാധനം നമ്മളിൽ നിന്ന് വേർപെടും. നമ്മൾ അന്നും ഭാഗ്യം. അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിക്കുന്ന സമയത്ത് ഏതു നിമിഷവും നമ്മളെ ചതിച്ച് നമ്മളിൽ നിന്ന് അകന്ന് ചീഞ്ഞു പോയേക്കാവുന്ന ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ വേസ്റ്റാക്കി എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? മരണത്തിന് ശേഷം. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കൂടി കുറച്ചൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെ ആത്മധർമ്മം എന്ന് പറയും. ആത്മാവിന് വേണ്ടി ചെയ്യുന്ന, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ധർമ്മങ്ങൾ. ആത്മാവിന് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണം. ഇന്ന് മരിച്ചു പോയാൽ ആത്മാക്കൾക്ക് വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഈ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നമ്മുടെ കർമ്മത്തിനോളം ഫലം അതിനുണ്ടോ? ഇല്ലല്ലോ. ആത്മാവിൻ്റെ സ്വധർമ്മം അനുഷ്ഠിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഞാനും എൻ്റെ ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും എന്നും ഞാൻ എൻ്റെ ഉയർച്ചയ്ക്കായി, അതായത് ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കായി നിശ്ചയിക്കപ്പെട്ട ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടതായിട്ടും ഇരിക്കുന്നു. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ചിന്താവിഷയത്തിൽ നിന്നും നമ്മൾക്ക് നമ്മുടെ ആദ്യത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. ഇതിനെ ആത്മദർശനം എന്ന് പറയും. നിങ്ങളെല്ലാവരും ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളെ കാണാൻ പഠിക്കുക, മുഖാമുഖം നിൽക്കുക. നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ ഫുൾ ടൈം പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയല്ലേ? അല്പസമയം ഈ കണ്ണുകൾ ഉപയോഗിക്കേണ്ട. നമ്മുടെ അകക്കണ്ണ് തുറന്നിട്ട് അകത്തേക്ക് തന്നെ നോക്കുക. പുറത്തെ കണ്ണ് തുറന്ന് പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഫുൾ ടൈം. ഇനി നമ്മുടെ അകക്കണ്ണ് തുറന്നൊന്ന് അകത്തേക്ക് നോക്കാൻ പഠിക്കുക. ആത്മാവിനെ നോക്കുക. ഈ ശിരസിനകത്ത് ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിസ്വരൂപമായ സ്വന്തം ചൈതന്യത്തെ സ്വയം ദർശിക്കുക. സങ്കല്പത്തിൽ കാണുക. അദൃശ്യമാണെങ്കിലും നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സിനിമയുടെ കഥ നമുക്കൊരാൾ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഒരു ഡയറക്ടറും എഡിറ്ററും ഒന്നും വേണ്ട, നമ്മളൊരു സിനിമ അങ്ങോട്ട് ഉണ്ടാക്കി കാണും കഥ കേൾക്കുമ്പോൾ അല്ലേ? അതുപോലെ ഇപ്പം നമ്മൾ ഇത്ര നേരം കേട്ട ഈ കഥയുടെ അല്ലെങ്കിൽ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ കാണാനെങ്കിലും പഠിക്കുക, ആത്മദർശനം ചെയ്യുക. ശിരസിനുള്ളിൽ ജ്വലിക്കുന്ന ചൈതന്യ പ്രകാശം, അതിസൂക്ഷ്മമായ പ്രകാശം. ഞാൻ ആത്മാവാണ്. ഐ എം എ പീസ്ഫുൾ സോൾ, എറ്റേണൽ ഇൻവിസിബിൾ പോയിന്റ് ഓഫ് ലൈറ്റ്. അതിസൂക്ഷ്മമായ അനശ്വരമായ ഒരു പ്രകാശം. ഇതിനെ നമ്മൾ കാണാൻ പഠിക്കണം. ഏകാന്തമായിരുന്ന് അഭ്യസിക്കുക. ആദ്യം തന്നെ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ആത്മദർശനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലതരം ചിന്തകളുടെ പ്രവാഹങ്ങൾ അതിനെ തടസ്സപ്പെടുത്താനും ശ്രമിക്കും. കാരണം നമ്മുടെ നിരന്തരമായ അഭ്യാസങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. എനിക്ക് എന്നെ കാണണം, ആ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. എനിക്ക് എന്നെ കാണണം, എനിക്ക് ആത്മസ്വരൂപത്തെ ദർശിക്കണം, അതിനുള്ളിലെ ശാന്തിയെ കണ്ടെത്തണം. സ്ഥിരമായ, സ്ഥായിയായ, ശാശ്വതമായ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭൂതി എനിക്ക് നുകരണം. ഇതിന് ഞാൻ എന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം ഉള്ളിലേക്ക് തിരിയുക. ബാക്കി ആത്മാവിൻ്റെ അതിസൂക്ഷ്മമായ ചില വശങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി.
രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം രാജയോഗജ്ഞാനം സമസ്തദുരിതമുക്തിതം രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം ഓം ശാന്തി 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.